السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. എൻ്റെ പേര് അഹമ്മദ് ഹംദാൻ. ഞാൻ പഠിക്കുന്നത് SNECയുടെ കീഴിലുള്ള ഓമശ്ശേരിയിലെ വാദിഹുദ ശരീഅത്ത് കോളേജിലാണ്. ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അൽ അമീൻ എന്ന പേര് ലഭിച്ചതിനെ കുറിച്ചാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകിയ ഏറ്റവും ആയമേറിയ സ്ഥാനപ്പേരിൽ ഒന്നാണ് അൽ അമീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അൽ അമീൻ എന്ന പേര് നൽകിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പയോ അല്ലെങ്കിൽ ഉമ്മയോ വല്ലിപ്പയോ ആരുമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബന്ധുക്കളും പോലുമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആ പേര് നൽകിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അത്രക്കും ക്രൂരമായി മർദ്ദിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശത്രുക്കൾ ഖുറൈശികളായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അൽ അമീൻ എന്ന പേര് ലഭിക്കുന്നതിനെ തുടർന്ന് ഞാൻ ഒരു ചരിത്രം പറഞ്ഞു തരാം. ഒരിക്കൽ കാബ പുനർനിർമ്മാണത്തിന് ഇടയിൽ ഹജറുൽ അസ്വദ് യഥാർത്ഥ സ്ഥാനത്ത് ആര് വെക്കണമെന്ന് തർക്കമുണ്ടായി. ഇതിനെ തുടർന്ന് അവർ എന്തെങ്കിലും തീരുമാനമെടുക്കണമെന്ന് തീരുമാനിച്ചു. അപ്പോൾ പള്ളിയിൽ ആദ്യം എത്തുന്ന ആളെ ഈ ഹജറുൽ അസ്വദ് യഥാർത്ഥ സ്ഥാനത്ത് വെക്കാൻ വേണ്ടി അയക്കാമെന്ന് ഉദ്ദേശിച്ചു. അങ്ങനെ ആ പള്ളിയിലേക്ക് ആദ്യമായി കടന്നു വന്നത് മറ്റാരുമല്ല, ലോകപ്രവാചകൻ അന്ത്യപ്രവാചകൻ ത്വാഹ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർ വിളിച്ചു കൊണ്ടുവന്നു. അവർ കാബയുടെ അടുത്തേക്ക് വിളിച്ചു കൊണ്ടുവന്നു. എന്നിട്ട് ഇത് നിങ്ങൾ യഥാർത്ഥ സ്ഥാനത്ത് വെക്കണമെന്ന്. എന്നിട്ട് സല്ലല്ലാഹു തങ്ങളുടെ ദേഹത്തുണ്ടായിരുന്ന മേൽത്തട്ടം എടുത്ത് നിലത്ത് വിരിച്ചു. എന്നിട്ട് അതിലേക്ക് ഹജറുൽ അസ്വദ് എടുത്തു വെക്കാൻ പറഞ്ഞു. ഇത് 4 ഭാഗവും ഓരോ ഗോത്രത്തിലെയും ആളുകളോട് പിടിക്കാൻ പറഞ്ഞു. ആ 4 ഭാഗത്തും പിടിച്ചുകൊണ്ട് അവർ മുന്നോട്ട് നടന്നു. അവർ ആ യഥാർത്ഥ സ്ഥാനത്ത് ആ ഹജറുൽ അസ്വദ് വെക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏറ്റവും കൂടുതൽ മർദ്ദിച്ച ശത്രുക്കൾ തന്നെ ഇങ്ങനെ പറയണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്ര അൽ അമീനാണ്, എത്ര നല്ല സത്യസന്ധനാണ്, ഇതെല്ലാം ഞാൻ ചിന്തിക്കേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ വിരാമം കുറിക്കുന്നു. ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി അസ്സലാമു അലൈക്കും. മധുദീനിലൊളിന്ത സബീ